പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഒരു ഗൗരവമുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ 3-4 വർഷം കഴിഞ്ഞാൽ പണ്ട് രാജകുമാരികൾ വിവാഹം ചെയ്ത പോലെ ഒരുപാട് രാജകുമാരന്മാരിൽ ഇടയിൽ നിന്ന് തനിക്ക് പറ്റിയ വരണമാല്യം ചാർത്തി തിരഞ്ഞെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. സ്വയംവരം എന്നാണ് പറയൽ. അതുമാതിരി കേരളത്തിലെ പെൺകുട്ടികൾ 2-3 വർഷത്തിനിടയ്ക്ക് കല്യാണം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ഒരുപാട് യുവാക്കൾ പെണ്ണ് കിട്ടാതെ നടക്കുന്നുണ്ട്. ഒരുത്തൻ എന്നോട് പറഞ്ഞത് 2 വർഷമായി ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട്, പക്ഷെ 2 വർഷമായിട്ട് ഒരു പെണ്ണ് പോലും നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ ബയോഡാറ്റ കൊടുത്താൽ അവർ പറയും വരണ്ട എന്നാണ് പറയുന്നത്. എന്താണ് സത്യത്തിൽ കേരളത്തിൽ സംഭവിച്ചത്? കേരളത്തിൽ പെണ്ണുങ്ങൾ കുറഞ്ഞതാണോ പ്രശ്നം, അതോ വേറെ എന്തെങ്കിലുമാണോ പ്രശ്നം? സത്യത്തിൽ കുറഞ്ഞിട്ടില്ല എന്നാണ് ഒരു വിലയിരുത്തൽ. ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് കേരളത്തിലെ യുവാക്കളെക്കാൾ കേരളത്തിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായും മറ്റും പുരോഗതി കൈവരിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ അതിനുള്ള പ്രതിസന്ധി. രണ്ടാമത് പ്രതിസന്ധി, പെൺകുട്ടികൾ കല്യാണത്തിന് താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് അടുത്തുള്ള പഠനം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ഇത് 20 വർഷം മുമ്പ് നേരെ നിങ്ങൾ തിരിച്ചു ചിന്തിച്ചാൽ, ഇത് അന്നത്തെ കാലത്ത് ആൺകുട്ടികൾ പെൺകുട്ടികളോട് ചെയ്തതാണ് ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളോട് ചെയ്യുന്നത്. 20 വർഷം മുമ്പ് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ സ്ത്രീധനം എന്ന ആചാരം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് ആചാരം ഉണ്ടാകുകയും ഇത് ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ച ഒരു കാലഘട്ടം 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇനി ആ വരന് പെണ്ണ് കിട്ടിയാൽ തന്നെ വരന്റെ അച്ഛന് പറ്റില്ല, അമ്മയ്ക്ക് പറ്റില്ല, സഹോദരന്മാർക്ക് പറ്റില്ല, അവർക്കെല്ലാം അഭിപ്രായം ഉണ്ടായിരുന്നു. തൊട്ട വീട്ടില് അയൽവാസിയായ ചേച്ചിക്ക് പോലും അഭിപ്രായം ഉണ്ടായിരുന്നു. അഭിപ്രായം കേട്ട് നോക്കിയ പെണ്ണിനെ വേണ്ടാന്ന് വെച്ച ചരിത്രവും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഭംഗി കുറവുള്ള പെൺകുട്ടികൾ എന്ന് മൈസൂർ വിവാഹമെന്നും ഇവിടുന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് തമിഴ് സഹോദരങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം കുറെ പേർക്ക് ജീവിതമുണ്ടായ കാലഘട്ടമാണ് 20 വർഷം മുമ്പ്. ഈ പ്രതിസന്ധി ഇപ്പോൾ യുവാക്കൾ അനുഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 2 വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ യുവാക്കൾ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താനുള്ള മാർഗം കണ്ടെത്തണം. നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടത്തെ ശ്രദ്ധിച്ച് വലിയൊരു കച്ചവടക്കാരനായി മാറുക. നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ കുറച്ചുകൂടി സമ്പാദശീലങ്ങളൊക്കെ ഉണ്ടാക്കി അവരിലേക്ക് എത്തുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് എത്തുന്ന ഒരു തരം നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ളത് അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോഴും അമ്മമാർ വളർത്തുന്നത് നീ മറ്റുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോണ്ട കുട്ടിയാണെന്ന് ചെറുപ്പം മുതൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഇപ്പോഴും കുട്ടികളെ വളർത്തുന്നത്. ഈ കുട്ടി ഇത് നിരന്തരം കേട്ട് എൻ്റെ രക്ഷിതാക്കളെ പിരിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ചിന്ത നമുക്കുണ്ട്. ഇപ്പോഴും നമ്മുടെ ചില ഭർത്താക്കന്മാർ പറയുന്നത് ഞാൻ ഭാര്യ വീട്ടിൽ ഒരു ദിവസം പോലും പോയി ഇരിക്കാറില്ല എന്ന് വളരെ മേന്മയോടെ പറയുന്ന കുറെ ആണുങ്ങളെ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് എന്നെ ഈ മുറിച്ചു മാറ്റുന്ന ഒരു ഏർപ്പാടായി കല്യാണത്തെ കാണുന്നത് കൊണ്ടായിരിക്കും. രണ്ടാമത്, ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ അവർക്ക് മുമ്പിൽ സ്നേഹിക്കാൻ ചിലപ്പോൾ മടി കാണിക്കുകയും അവർക്ക് മുമ്പ് തല്ലുകൂടാൻ യാതൊരു മടിയില്ലാത്ത അച്ഛനമ്മമാരെ കണ്ടിട്ടാണ് ഈ പെൺകുട്ടികൾ വളരുന്നതെങ്കിൽ ഇവരും ഞാൻ കല്യാണം കഴിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവും. മൂന്നാമതായിട്ട് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച വരെ നടന്ന ആത്മഹത്യകൾ, ഈ പെൺകുട്ടികളുടെ സ്ത്രീധനത്തിന്റെ പേരിലായിക്കോട്ടെ, ബോഡി ഷേമിങ്ങിന്റെ പേരിലായിക്കോട്ടെ, അങ്ങനെ ആത്മഹത്യകളൊക്കെ ഈ കല്യാണത്തിന് കുട്ടികൾക്ക് താല്പര്യമില്ലാതെ ആകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും യുവാക്കൾ ക്ഷമ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ അന്വേഷണം തുടരുക. നമുക്ക് അങ്ങനെയുള്ള പറയാം, ആദമിന്റെ വാരിയല് എടുത്തിട്ടാണ് ഹവ്വയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഏതെങ്കിലും വാരിയല് എടുത്തിട്ടുണ്ടാകണമെന്ന് ഉറപ്പൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അന്വേഷണം തുടരട്ടെ. നിങ്ങൾക്ക് പറ്റിയ നല്ല ഭാര്യമാരെ കണ്ടെത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ യുവാക്കളും യുവതികളും മത്സരമാണ്. പക്ഷെ അവർ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ആ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കുറച്ചുകൂടി ഉയർത്തുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.